ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബ്രഹ്മാണ്ഡ കഥയാണ്. വല്ലപ്പോഴും ഇങ്ങനെയുള്ള കഥകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാറുള്ളൂ. 300 വർഷങ്ങൾക്ക് മുന്നേ ജപ്പാൻ, അന്ന് ആ രാജ്യത്തിൽ സംഭവിച്ച സാമുറായിമാരുടെ പോരാട്ടം, ചതി, പക, പ്രതികാരം, അതുപോലെ തന്നെ കുറേയധികം മാന്ത്രികമായിട്ടുള്ള മായാജാലമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ സിനിമയിലുണ്ട്. അതുപോലെ നല്ല കിടിലം പ്രതികാരം. ഒരു പാവൻ രാജാവിനെ ഈ സിനിമയിലെ വില്ലൻ ചതിച്ച് കൊന്നുകളയും. അതിന് പ്രതികാരം വീട്ടാനായിട്ട് നടക്കുന്ന കുറച്ചധികം സാമുറായിമാര്. ഇനിയിപ്പോ ആ പോരാട്ടത്തിൽ അവർ മരിച്ചാലും അവർക്ക് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ മനഃശക്തിയുള്ള ആൾക്കാരാണ് അവര്. അപ്പൊ അവരുടെ ആ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ പോകാം കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. 300 വർഷങ്ങൾക്ക് മുന്നേ അങ്ങ് ജപ്പാനില് ഇന്ന് കാണുന്നത് പോലെ അന്ന് അത് ഒറ്റ രാജ്യമായിരുന്നില്ല. ഒരുപാട് ദ്വീപുകൾ ചേർന്ന ഒരു വലിയ സാമ്രാജ്യം. ഓരോ ദ്വീപിനും ഓരോ രാജാക്കന്മാരുണ്ടായിരുന്നു. അതുപോലെ ഇവർക്ക് എല്ലാവർക്കും മുകളിലായിട്ട് മറ്റൊരു വലിയ അധികാരിയുണ്ട്. ആ അധികാരിയുടെ പേര് ഷോഗൻ എന്നാണ്. അന്നത്തെ കാലത്ത് രഹസ്യമായിട്ട് പല ആളുകളും മന്ത്രവാദവും മായാജാലം ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെങ്ങാനും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും ആട്ടി ഓടിക്കും വലിയ വലിയ കാടുകളിലേക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിക്കപ്പെട്ട മന്ത്രവാദികൾ ഇപ്പൊ താമസിക്കുന്നത് വലിയ വനത്തിനുള്ളിലാണ്. അങ്ങോട്ടേക്ക് സാധാരണ മനുഷ്യർക്ക് പോകാനേ കഴിയില്ല. ഇങ്ങനെയുള്ള ഒരു കാട് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ഇപ്പോ ഈ ഒരു കാടിനുള്ളിൽ നിന്നും ഒരു ആൺകുട്ടി എന്തോ കണ്ട് ഭയന്ന് ഓടി രക്ഷപ്പെട്ടു വരികയാണ്. എന്നാൽ അവൻ ബോധം കെട്ട് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു അരുവിയിലേക്ക് വീഴാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ദ്വീപിന്റെ ലോർഡായിട്ടുള്ള ലോർഡ് അസാനയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സാമുറായി പോരാളികളും കൂടെ വേട്ടയ്ക്കായിട്ട് ആ ഒരു കാട്ടിലേക്ക് വന്ന സമയത്ത് മയങ്ങിക്കിടക്കുന്ന ഈ ബാലനെ കാണുകയാണ്. ആ സാമുറായി കൂട്ടത്തിലെ ചെറിയൊരു പയ്യൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ്. ആളുടെ പേര് നാംഷി എന്നാണ്. നാംഷി വന്ന് നോക്കുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന ഈ പയ്യന്റെ തലയിൽ 3-4 പാടുകൾ കാണുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഇവൻ ഏതോ മന്ത്രവാദിയാണ്. ഇവൻ എന്തായാലും ഇപ്പൊ തന്നെ കൊന്നു കളയണമെന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിൽ തന്നെ ആ കുട്ടിയുടെ തല ഇവൻ അമർത്തി പിടിക്കുകയാണ് അവനെ കൊല്ലാനായിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവന്റെ കൈ കൊണ്ട് ഇപ്പൊ നാംഷിയുടെ വാളൂരി അവന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും അവൻ ബോധം കെട്ട് പതിയെ അങ്ങനെ വീണപ്പോ നാംഷി വേഗം തന്നെ കത്തിയെടുത്ത് അവനെ കുത്തി കൊല്ലാൻ നോക്കുമ്പോൾ അവരുടെ രാജാവ്, അതായത് ലോർഡ് അസാന പറയണ, വേണ്ട നാംഷി നിർത്ത്, അതൊരു സാധാരണ കുട്ടിയാണ്, അതുപോലെ തന്നെ ധീരനുമാണ്, അവനിപ്പൊ കൊല്ലണ്ടെന്ന് പറയണം, അവനെ ഞാൻ നോക്കിക്കോളാന്ന് പറയണം. അങ്ങനെ ലോർഡ് അസാനോ ഇപ്പൊ ആ ഒരു കുട്ടിയെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ അവനെ കൊട്ടാരത്തിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. പകരം കൊട്ടാരത്തിന് പുറത്തായിട്ട് ഒരു വീട് അവനായിട്ട് നൽകുന്നുണ്ട്. അവന്റെ ദേഹത്താണെങ്കിൽ ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം വൈദ്യവും കാര്യങ്ങളൊക്കെ അറിയുന്ന ലോർഡ് അസാനോയുടെ മകളായിട്ടുള്ള മീക്കോ അങ്ങോട്ടേക്ക് വന്നിട്ട് അവന് വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല മീക്കയ്ക്ക് ആ കുട്ടിയെ കണ്ട സമയത്ത് എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്, ഒരു ചെറിയ പ്രണയം. അതുപോലെ തന്നെ ആ ഒരു പയ്യനെ അവർ പിന്നീട് വിളിച്ചത് കൈ എന്നാണ്. വർഷങ്ങൾ പിന്നീട് കുറച്ച് കടന്നു പോവാണ്. കൈ ഇപ്പൊ വളർന്നു വലുതായിട്ട് ഒരു യുവാവായിട്ടുണ്ട്. ലോർഡ് അസാനോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാമുറായി പടയാളികൾ ഇവരെല്ലാവരും കൂടെ ഇപ്പൊ വലിയൊരു കാട്ടിലേക്ക് വേട്ടയ്ക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൈ ഇവരോട് എല്ലാവരോടും ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം. അതായത് എവിടെ നിന്നോ വലിയൊരു മൃഗം നിങ്ങളെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്, അതിനെങ്ങനെ ആക്രമിക്കണം എന്ന് വരെ കൈ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന സാമുറായികൾ ആരും ഈ കൈക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല. ഇവനൊരു ജപ്പാൻകാരൻ തന്നെയാണോ? ജപ്പാൻകാരനല്ല, ഇവനൊരു ഹാഫ് ബ്രീഡ് ആണ്. മനുഷ്യനും മന്ത്രവാദിക്കുണ്ടായ ഒരു വൃത്തികെട്ട ജന്മം. അവരങ്ങനെയായിട്ടാണ് അവനെ കാണുന്നത്. അതുകൊണ്ട് അവൻ പറയുന്ന കാര്യമൊന്നും വിശ്വസിക്കില്ല, റെസ്പെക്റ്റും കൊടുക്കില്ല. എന്നാൽ ഈ നേരത്താണ് കൈ പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ നിന്നും ഒരു ഭീകര ജന്തു വരുന്നത്. രാജാവിനെ ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നത്. എന്നാൽ ലോർഡ് അസാനയുടെ കുതിരയെ കുത്തി തെറിപ്പിക്കാനല്ലാതെ ആ ജീവിക്ക് മറ്റൊന്നിനും പറ്റുന്നില്ല. ലോർഡ് അസാന താഴേക്ക് വീണു, പക്ഷെ അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല കേട്ടോ. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഒരു വെള്ള ചെന്നായ വരുന്നുണ്ട്. നല്ല തൂവെള്ള നിറമായിരുന്നു അതിന്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു വ്യത്യസ്തത കണ്ട് ഇപ്പൊ കൈ അതിനെ നോക്കുകയാണ്. അതിന്റെ 2 കണ്ണ് വ്യത്യസ്ത കളറായിരുന്നു. ഒരു കണ്ണിന് സാധാരണ നിറമാണെങ്കിൽ മറ്റൊരു കണ്ണിന് നീല നിറമായിരുന്നു. ഇതേ നേരം തന്നെ ലോർഡ് അസാനയുടെ കുതിര പേടിച്ച് ഓടാൻ നോക്കുമ്പോൾ അതിനെ കയറി പിടിക്കുന്നത് കൈയാണ്. ഇതേ നേരത്ത് തന്നെ ബാക്കിയുള്ള സാമുറായി പോരാളികൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭീകരജന്തുവിനെ പിടിക്കാൻ പോവാണ്. അവരെ നയിക്കുന്നത് സാമുറായികളുടെ നേതാവായിട്ടുള്ള ഒയീഷിയാണ്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. എന്നാൽ ആ ജീവിയുടെ അട്ടഹാസത്തിന് മുന്നിൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് പോകുന്ന വഴിയിൽ ഒരു കുതിരയുടെ കയറിൽ കൊളുത്തി അതിന് വരെ വലിച്ചു കൊണ്ടുപോവാണ്. അല്പനേരം കഴിഞ്ഞാൽ ആ ഒരു കുതിര ഇപ്പൊ ചത്തുപോകും കേട്ടോ. ഇപ്പൊ അതിന്റെ ആ ഒരു കയറ് വെട്ടിമാറ്റി ആ കുതിരയെ രക്ഷപ്പെടുത്തുന്നത് ഒയീഷിയാണ്. പിന്നീട് വലിയൊരു മൈതാനത്തിൽ വെച്ച് ഈ സാമുറായികൾ എല്ലാവരും ആ ഒരു ജീവിയെ വട്ടമിട്ട് പിടിക്കുകയാണ്. എന്നാൽ അതിനെ ആക്രമിച്ച് കൊല്ലാനൊന്നും കഴിയുന്നില്ല. അത് വീണ്ടും ഒരു വഴിയുണ്ടാക്കി കാട്ടിലേക്ക് ഓടുകയാണ്. ഓടുന്ന സമയത്ത് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത് ഒയീഷിയും അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ നമ്മുടെ കൈനെ കൊല്ലാൻ നോക്കിയ നാംഷി എന്ന് പറഞ്ഞ ആ ഒരു സാമുറായിയും അതുപോലെ തന്നെ നമ്മുടെ കൈയാണ്. ഇവര് 3 പേരും ആ ഒരു ജീവിയുടെ പിന്നാലെ കാട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഒയീഷി, അതായത് സാമുറായികളുടെ നേതാവിനെ ആ ജീവി തട്ടിയിടുകയാണ്. പിന്നീട് അതിന്റെ പിന്നാലെ പോകുന്നത് കൈയും അതുപോലെ തന്നെ നാംഷിയാണ്. ഇപ്പൊ നാംഷിയെയും ആ ഒരു ജീവി തട്ടിത്തെറിപ്പിച്ച് താഴെ ഇടുകയാണ്. ഇതേ നേരം ആ ജീവി അവിടെ നിന്നു യൂട്ടേൺ എടുത്ത് നാംഷിയുടെ അടുത്തേക്ക് അവനെ കൊല്ലാനായിട്ട് വരികയാണ്. ഇപ്പോഴാണ് ആ ജീവിയുടെ മുഖം വ്യക്തമായിട്ട് കാണിക്കുന്നത്. കണ്ടാൽ തന്നെ പേടിയാകുന്ന മുഖത്ത് 6 കണ്ണുകളുള്ള വ്യത്യസ്തമായ ഒരു ഭീകര ജന്തു. നിലത്ത് വീണ് കിടക്കുന്ന നാംഷിയെ കുത്തിക്കീറാനായിട്ട് ആ ജീവി വരുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് വീണുപോയ
സാമുറായി വാളുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന കൈ പോയി എടുക്കുന്നുണ്ട്. അവൻ ഓടിച്ചെന്ന് നാംഷിയുടെ മുന്നിലൂടെ പോയിട്ട് ഈ ജീവിയുടെ ഹൃദയത്തിലേക്ക് തന്നെ ആ വാള് കുത്തി കയറ്റി അതിനെ കൊന്നുകളയാണ്. കൈയുണ്ടല്ലോ ഈ കാര്യം ഇപ്പൊ ചെയ്തില്ലായിരുന്നെങ്കിൽ നാംഷി ഉറപ്പായിട്ട് മരിച്ചു പോയനെ. എന്തായാലും ആ ജീവിയുടെ ദേഹത്തുനിന്ന് വാൾ ഊരിയെടുത്ത് പെട്ടെന്ന് തന്നെ നാംഷിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് കൈ. കാരണം സാമുറായിമാരെന്ന് പറഞ്ഞാൽ അത്രയും ബഹുമാനം കൊടുക്കേണ്ട ആൾക്കാരാണ്. എന്തായാലും നാംഷി ഇപ്പൊ ആ ഒരു വാള് മേടിച്ചിട്ട് കൈനോട് നന്ദി പറയുന്നതിന്റെ പകരം അവൻ പറയാണ്, നീ മനുഷ്യനുണ്ടായതാണോ അല്ലെങ്കിൽ മന്ത്രവാദിക്കുണ്ടായതാണോ എന്ന് പോലും അറിയില്ല. ആ നീ രക്ഷപ്പെടുത്തുന്നതിലും നല്ലത് ഞാൻ മരിക്കുന്നതായിരുന്നു. അതായത് കൈയോട് ഒരു രീതിയിലും നല്ല രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നില്ല. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ലോർഡ് അസാനോ ബാക്കിയുള്ള സാമുറായിമാരും വരുന്നത്. ഇപ്പൊ ലോർഡ് അസാനോ വന്ന് നോക്കുന്ന സമയത്ത് നാംഷിയുടെ കയ്യിലാണ് വാള്. അതുപോലെ തന്നെ അവനാണ് ആ ഒരു ഭീകരജന്തുവിനെ കൊന്നയെന്ന് ലോർഡ് അസാനോ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന ഷോഗൻ മത്സരത്തിൽ നീയാണ് പങ്കെടുക്കാൻ പോകുന്നതെന്ന് ഇപ്പൊ നാംഷിയോട് പറയാണ്. ഇതിനുശേഷം എല്ലാവരും അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് സാമുറായികളുണ്ടല്ലോ അവരുടെ നേതാവായിട്ടുള്ള ഒയിഷി അയാൾക്ക് കാര്യം മനസ്സിലായി. അതായത് നാംഷിയല്ല കൊന്നിരിക്കുന്നത്, കൈയാണ് ആ ഒരു മൃഗത്തിനെ കൊന്നതെന്ന്. കാരണം അവന്റെ കയ്യിൽ അതിന്റെ രക്തമുണ്ടായിരുന്നു. ഒയിഷിക്ക് ആ കാര്യം മനസ്സിലായിട്ടും ഒയിഷി അവന് വേണ്ട റെസ്പെക്ട് കൊടുക്കുന്നില്ല. കാരണം അവനൊരു ഹാഫ് ബ്രീഡാണ്, ഏതോ മന്ത്രവാദിക്ക് ഉണ്ടായവനാണ്. അതുകൊണ്ട് അവൻ അത്രയൊക്കെ ബഹുമാനം മതി എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ സമയത്ത് നമ്മുടെ കൈ ഉണ്ടല്ലോ അവൻ നേരത്തെ കണ്ട ആ ഒരു വെള്ള ചെന്നായെ വീണ്ടും കാണാണ്. അതിന്റെ വ്യത്യസ്തമായ 2 കണ്ണുകളും. ആ ചെന്നായ പിന്നീട് വേഗം തന്നെ ഈ ദ്വീപ് വിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു ദ്വീപിലേക്ക് പോവാണ്. ആ ദ്വീപിന്റെ രാജാവായിട്ടുള്ള ലോർഡ് കിറായുടെ അടുത്തേക്ക്. ലോർഡ് കിറായുടെ കൊട്ടാരത്തിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഈ വെള്ള ചെന്നായ അതിന്റെ രൂപം മാറ്റുകയാണ്. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണായി മാറുകയാണ്. അതായത് ആ പെണ്ണൊരു മന്ത്രവാദിയാണ്. അവളുടെ പേരാണ് മിസൂക്കി. മിസൂക്കി നേരെ കൊട്ടാരത്തിലേക്ക് വന്ന സമയത്ത് കിറ ചോദിക്കുന്നുണ്ട്, എന്തായി, പോയ കാര്യം നടന്നോ? ഈ സമയത്ത് മിസൂക്കി പറയാണ്, ഇത്തവണയും ലോർഡ് അസാനോ രക്ഷപ്പെട്ടു. അതായത് ആ ഒരു കാട്ടിൽ വെച്ച് ലോർഡ് അസാനോ അദ്ദേഹത്തെ കൊല്ലാൻ തന്നെയായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ ഇത്തവണ അത് പാളിപ്പോയി. ഇതിനുശേഷം ലോർഡ് അസാനോ അദ്ദേഹത്തിന്റെ കൊട്ടാരം കാണിക്കുകയാണ്. വേട്ടയെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ വിവരം അറിഞ്ഞ പാട് തന്നെ അങ്ങോട്ടേക്ക് രാജകുമാരി മീക്കോ ഓടി വരുന്നുണ്ട്. അച്ഛന് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. അതുപോലെ ആ കൂട്ടത്തിൽ അവൾ ഒരാളെ കൂടെ തപ്പി നോക്കുന്നുണ്ട് കേട്ടോ. മറ്റാരുമല്ല നമ്മുടെ കയ്യെ തന്നെ. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ ഒരിക്കലും കയ്യെ ഇവർ കൂട്ടില്ലല്ലോ. ഇതിനുശേഷം സാമുറായി നേതാവായിട്ടുള്ള ഒയിഷിയെ കാണിക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ നേരെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ആകെ പേടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ ഒയിഷി പറയാണ്, നീ എപ്പോഴും ഇങ്ങനെ പേടിച്ച് നടന്നോ? എനിക്കൊന്നും പറ്റില്ല പെണ്ണെ. അതുപോലെ ആ രാത്രിയിൽ നമ്മുടെ കയ്യെ കാണാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് നേരിട്ട് തന്നെ രാജകുമാരി മീക്ക വന്നിരിക്കുകയാണ്. അവന്റെ ദേഹത്തുണ്ടായ മുറിവിൽ അവന് മരുന്നൊന്നും വെക്കാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങോട്ടേക്ക് വന്ന മീക്കയാണ് മരുന്നെല്ലാം വെച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ വീണ്ടും കുറച്ച് സമയം കഴിയാണ്. ഈ സമയത്ത് നമ്മുടെ ലോർഡ് അസാനയെ കാണാനായിട്ട് ഷോഗൻ രാജാവ്, അതായത് ഇവിടെയുള്ള എല്ലാ ദ്വീപുകളുടെയും വലിയ അധികാരി എന്ന് പറയുന്നില്ലേ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആള്, ആ ആൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഷോഗൻ കിങ്. ഇയാളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് തന്നെ ഇയാളുടെ കൂടെ തന്നെ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ലോർഡ് അസാനയെ കൊല്ലാൻ നോക്കിയ മറ്റൊരു ദ്വീപിലെ രാജാവായിട്ടുള്ള ലോർഡ് കിറയാണ്. ലോർഡ് കിറ എങ്ങനെയാണ് ഈ ഷോഗൻ രാജാവിന്റെ കൂടെ വരുന്നത്? അതിനൊരു കാരണമുണ്ട്. ഷോഗൻ രാജാവിന്റെ കീഴിലും ഒരുപാട് സാമുറായികളുണ്ട്. ആ സാമുറായികളുടെ തലവനാണ് ഈ ലോർഡ് കിറ. അതുപോലെ തന്നെ ലോർഡ് കിറ മറ്റൊരു ദ്വീപിന്റെ രാജാവ് കൂടിയാണ്. അങ്ങനെ 2 സ്ഥാനം ലോർഡ് കിറയ്ക്കുണ്ട്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആള് തന്നെയാണ് കിറ. ഈ കിറയുടെ കൂടെ എപ്പോഴും ഒരാളുണ്ടാവും, മന്ത്രവാദിയായിട്ടുള്ള മിസൂക്കി. ഇപ്പൊ മിസൂക്കി അവിടെ വെച്ച് നമ്മുടെ കൈ കാണുന്നുണ്ട്. മാത്രമല്ല അവളുടെ വ്യത്യസ്തമായ 2 കണ്ണുകളും കാണുകയാണ്. അത് കണ്ടപാട് തന്നെ കൈക്ക് കാര്യം മനസ്സിലായി, ഇവളൊരു മന്ത്രവാദിയാണ്. അന്ന് ആ കാട്ടിൽ വെച്ച് ഇവര് തന്നെയാണ് ശരിക്കും നമ്മുടെ രാജാവിനെ കൊല്ലാൻ നോക്കിയതെന്നും അവന് മനസ്സിലായി. ആ കാര്യം അപ്പൊ തന്നെ അവൻ നേരെ പോയിട്ട് ഒയിഷിയോട് പറയുന്നുണ്ട് കേട്ടോ. അതായത് അതൊരു മന്ത്രവാദിയാണ്, അവരാണ് ലോർഡ് അസാനെ കൊല്ലാൻ നോക്കിയത്. എന്നാൽ ഇതൊന്നും ഒയിഷി വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. നീ ഓരോ സ്വപ്നങ്ങൾ കണ്ട് വെറുതെ എന്റെ അടുത്ത് വന്ന് അതും ഇതും പറയണ്ട, ഞാൻ എന്തായാലും അതൊന്നും കേൾക്കില്ല എന്ന് പറയാം. പിന്നീട് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ ഒയിഷിയും പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. മാത്രമല്ല ഇന്നൊരു മത്സരം നടക്കാൻ വേണ്ടി പോവാണ്. 2 സാമുറായികൾ നേരിട്ട് ഏറ്റുമുട്ടാൻ പോവാണ്. അതെല്ലാം കാണാനായിട്ട് രാജാക്കന്മാരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ലോർഡ് കിറയുടെ ഭാഗത്തു നിന്നും ഒരാളും അതുപോലെ തന്നെ ലോർഡ് അസാനോയുടെ ഭാഗത്തു നിന്നും ഒരാളും. ലോർഡ് അസാനോ അന്ന് തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഷോഗൻ രാജാവ് വരുന്ന സമയത്ത് ആ മത്സരത്തിൽ നീയാ പങ്കെടുക്കേണ്ടെന്ന്. ആരോട്? നാംഷിയോട്. കാരണം രാജാവെന്ന് കാട്ടിലേക്ക് വന്നപ്പോൾ ആ ജീവിയെ കൊന്നത് നാംഷിയാണെന്ന് തെറ്റിദ്ധരിച്ചല്ലോ. എന്തായാലും നാംഷിയെ വിളിക്കാനായിട്ട് നമ്മുടെ ഒയിഷിയുടെ മകനായിട്ടുള്ള ഷിക്കാറ ഒയിഷി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ ആ നേരത്ത് നാംഷിക്ക് എന്തോ പോയിസൺ ആയതുപോലെ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. അവിടെ കിടന്നു പോയിരിക്കുകയാണ്. ആരോ എന്തോ ഒപ്പിച്ചതാണ്. മിക്കവാറും ആ ഒരു മന്ത്രവാദി ആയിരിക്കും. അതേ നേരം തന്നെ ലോർഡ് കിറ അയാളുടെ ഭാഗത്തു നിന്നും 8 അടി പൊക്കമുള്ള ഒരു രാക്ഷസനാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ലോർഡ് അസാനയുടെ ഭാഗത്തു നിന്ന് ഒരാൾ വരണ്ടേ, അങ്ങനെ ആരും വരുന്നില്ല. അതായത് നാംഷിക്ക് പോയിസൺ ഏറ്റിരിക്കുകയാണ്, അവൻ ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യം ഒയിഷിയുടെ മകനായിട്ടുള്ള ഷിക്കാറ ഒയിഷി നേരെ ചെന്ന് പറയുന്നത് കയ്യോടാണ്. കയ്യും വന്ന് നോക്കുമ്പോൾ പ്രശ്നം ഗുരുതരമാണ്. മാത്രമല്ല ഇവരുടെ ഭാഗത്തു നിന്നും ഒരു സാമുറായി ഇപ്പൊ ആ ഒരു പോർക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇവർക്കത് ഭയങ്കര നാണക്കേടാണ്. അതുപോലെ ഇറങ്ങുന്നത് 100% ഒരു സാമുറായി ആയിരിക്കണം. എന്നാൽ കൈ ഒരു സാമുറായി ആണോ? അല്ല. എന്നാൽ മുഖംമൂടി ധരിച്ചുകൊണ്ട് സാമുറായി വേഷം ഇട്ടുകൊണ്ട് അവന്റെ രാജാവിന്റെ അഭിമാനം കാക്കാനായിട്ട് കൈ വാള് എടുത്തുകൊണ്ട് നേരെ പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഉള്ളത് പറയാലോ, ആ വലിയ ഭീമനോട് നല്ല രീതിയിൽ തന്നെ കൈ പോരാടി നിൽക്കുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട്
കൊണ്ടൊന്നും അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അത്രയും ബലവാനുമാണ്, അതുപോലെ തന്നെ നല്ല വേഗതയുണ്ട്. എന്നാൽ കൈ ഒരു വിധത്തിലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇയാളെ വെട്ടാനായിട്ട് കൈ ആ വാള് വീശിയ സമയത്ത് അയാളുടെ കയ്യിൽ ധരിച്ച ആ ഒരു പടച്ചട്ട് കൊണ്ട് അയാൾ ആ ഒരു വാളിനെ തന്നെ തകർക്കുകയാണ്. എന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയുടെ മുഖത്തിട്ട് ഒരേറ്റ അടിയാണ്. കൈയാണെങ്കിൽ തെറിച്ചു പോയി വീഴുകയാണ്. ആ നേരത്ത് അവന്റെ മുഖം മൂടി ഊരി തെറിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ കിറയുടെ ആ ഒരു പോരാളിയാണെങ്കിൽ വാളെടുത്ത് വന്ന് ഈ കൈയുടെ തല വെട്ടാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് നിർത്താൻ വേണ്ടി ഷോഗൻ രാജാവ് പറയാണ്. പിന്നീട് ഷോഗൻ രാജാവ് തന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ കൈയോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു സാമുറായി ആണോ? തല താഴ്ത്തിക്കൊണ്ട് തന്നെ കൈ പറയാണ് അല്ല എന്ന്. അപ്പൊ തന്നെ അവന്റെ തല വെട്ടി കൊല്ലാൻ വേണ്ടി ഇപ്പൊ ഷോഗൻ പറയുന്നുണ്ട്. എന്നാൽ അത് കണ്ടപാട് തന്നെ കരഞ്ഞുകൊണ്ട് മീക്ക അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അദ്ദേഹത്തോട് മാപ്പാക്കണമെന്ന് പറയാണ്. എന്നാൽ അത് കണ്ടപാട് തന്നെ ലോർഡ് അസാനോ വന്നിട്ട് ഷോഗൻ ചക്രവർത്തിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് എന്റെ മകളോട് മാപ്പാക്കണമെന്ന് പറയാണ്. ഇത് കണ്ട് ഷോഗൻ രാജാവ് പറയാണ്, എനിക്ക് അവൻ എന്തായാലും ശിക്ഷിക്കാതിരിക്കാൻ കഴിയില്ല, കൊല്ലുന്നില്ല, പക്ഷെ നല്ല രീതിയിൽ ശിക്ഷിക്കും. ബോധം പോകുന്നത് വരെ അവനെ അടിക്കാൻ പറയാണ്. അങ്ങനെ അവന്റെ ആ ഒരു യൂണിഫോം എല്ലാം ഊരി മേടിച്ച് അവന്റെ പുറത്ത് വലിയ വടി വെച്ച് അവിടുത്തെ സാമുറായികളെ കൊണ്ട് തന്നെ അടിപ്പിക്കുകയാണ്. അടിച്ചടിച്ച് പുറത്തുനിന്ന് ചോരയെല്ലാം വരുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലെ ഒരു സാമുറായി ഉണ്ട്, കുറച്ച് തടിച്ചവനാണ്, റിക്കു എന്നാണ് പേര്. അവനിപ്പോ അവസാനമായിട്ട് ഒരു അടി അടിക്കുന്നതിന് മുന്നേ ഇപ്പൊ നമ്മുടെ കൈയോട് ക്ഷമ ചോദിക്കുകയാണ്, എന്നോട് മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടിയാണ്. ആ അടിയിൽ നമ്മുടെ കൈയുടെ ബോധം നഷ്ടമാകുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് കണ്ട് സഹിക്കാൻ നമ്മുടെ കുമാരി മീക്കയ്ക്ക് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി. ലോർഡ് കിറ, ഇയാളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും മന്ത്രവാദിയായിട്ടുള്ള മിസൂക്കി, ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ഇന്ന് രാത്രി ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു മാന്ത്രിക എട്ടുകാലിയെ കൊണ്ട് ഇപ്പൊ മിസൂക്കി ലോർഡ് കിറയുടെ രക്തം അല്പം കുടിപ്പിക്കുകയാണ്. എന്നിട്ട് അവൾ എന്തൊക്കെയോ ചില മാജിക്കുകൾ ആ എട്ടുകാലിയുടെ ദേഹത്ത് ഉപയോഗിക്കുകയാണ്. പിന്നീട് പതിയെ ആ ഒരു എട്ടുകാലിയെ ലോർഡ് അസാനയുടെ റൂമിലേക്ക് കടത്തിവിടുകയാണ്. ആ എട്ടുകാലി പതിയെ പതിയെ പോയി ലോർഡ് അസാനയുടെ ചുണ്ടിൽ എന്തോ ഒരു വിഷം പുരട്ടി കൊടുക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് മന്ത്രവാദി മിസൂക്കി അദ്ദേഹത്തെ വശ്യപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ലോർഡ് അസാനോ നോക്കുന്ന സമയത്ത് ലോർഡ് കിറയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മീക്കയെ ബലാത്കാരം ചെയ്യുന്നതായിട്ട് അസാനയ്ക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാളെടുത്തുകൊണ്ട് നേരെ ലോർഡ് കിറയുടെ റൂമിലേക്ക് ചെന്ന് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലാൻ നോക്കുകയാണ്. എന്നാൽ അങ്ങനെയൊന്നും അവിടെ നടക്കുന്നില്ല. അത് ലോർഡ് അസാനയ്ക്ക് മാത്രം തോന്നിയ അദ്ദേഹത്തിന്റെ വെറും ഒരു മായാക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷൻ മാത്രമായിരുന്നു. അതൊരു ട്രാപ്പായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പട്ടാളക്കാരെല്ലാവരും ഓടി വന്നു. കൂട്ടത്തില് സാമുറായി നേതാവായിട്ടുള്ള ഒയിഷി ഉണ്ട്. ഒയിഷി വന്ന് നോക്കുമ്പോൾ ലോർഡ് അസാനയുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി. വെള്ള നിറത്തിൽ അദ്ദേഹത്തെ ആരോ വശ്യപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നീട് സംഭവം അറിഞ്ഞ് അങ്ങോട്ടേക്ക് ഷോഗൻ കിങ്ങും വരികയാണ്. അദ്ദേഹം വന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ ലോർഡ് അസാനോ ലോർഡ് കിറയെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. അതിഥിയായി വന്ന ഒരാളെ കൊല്ലാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ ഒരു ശിക്ഷയാണ്. അതുകൊണ്ട് ലോർഡ് അസാനോ അദ്ദേഹത്തിന് ഷോഗൻ രാജാവ് നൽകിയിരിക്കുന്നത് മരണശിക്ഷയാണ്. എന്നാൽ അതിനെതിർത്ത് നിൽക്കാനൊന്നും ലോർഡ് അസാനോ നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ എതിർത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പോരാട്ടത്തിന് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മീക്ക അദ്ദേഹത്തിന് വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന സാമുറായി പോരാളികൾ ഇവരുടെ എല്ലാവരുടെയും ജീവൻ നഷ്ടത്തിലാവും. അവർക്കൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ലോർഡ് അസാനോ അദ്ദേഹത്തിന്റെ ലൈഫ് ത്യാഗം ചെയ്യാണ്. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ആ വധശിക്ഷ അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. എന്നാൽ ഒരു കുറ്റവാളിയെ കൊല്ലുന്ന രീതിയിലല്ല അസാനയെ കൊല്ലാൻ പോകുന്നത്. ഒരു സാമുറായി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മരണം തന്നെ. ആ മരണത്തിന്റെ പേരാണ് ഹരാക്കിരി. സാമുറായി പോരാളിക്ക് അദ്ദേഹത്തിന്റെ മരണത്തെ സ്വയം തിരഞ്ഞെടുക്കാം. അങ്ങനെ ഹരാക്കിരി ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ലോർഡ് അസാനോ വന്നിരിക്കുകയാണ്. വെള്ള വസ്ത്രം ധരിച്ച് അതിനായിട്ടുള്ള ഒരു കത്തിയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പിന്നീട് പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഊരി മാറ്റി ആ കത്തി വയറ്റിലേക്ക് കയറ്റുകയാണ്. ഇതിനെയാണ് ഹരാക്കിരി എന്ന് പറയുന്നത്. ഏതൊരു സാമുറായി പോരാളിയും ആഗ്രഹിക്കുന്നത് ഇതുപോലെ മരണപ്പെടാനാണ്. അങ്ങനെ ലോർഡ് അസാനോ മരണപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന് അവസാനമായിട്ട് മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. സാമുറായി നേതാവായിട്ടുള്ള ഒയിഷിയുടെ കൈകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തല വെട്ടണമെന്ന്. അതുപോലെ തന്നെ ലോർഡ് അസാനോയുടെ തല ഒയിഷി തന്നെ വെട്ടുകയാണ് കേട്ടോ. മനസ്സ് കല്ലാക്കിക്കൊണ്ടാണ് ഒയിഷി ആ കാര്യം ചെയ്തത്. എന്നാൽ ഇത് വലിയൊരു ചതിയാണെന്ന് ഒയിഷിക്ക് നേരത്തെ അറിയായിരുന്നു. എന്നാൽ ഒരിക്കലും ഇതിന്റെ പേരിൽ നിങ്ങളൊരു കലാപം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഒയിഷിയോട് ലോർഡ് അസാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ജീവനും അതുപോലെ തന്നെ കുമാരി മീക്കായുടെ ജീവനും ആപത്താണ്. ഇനി ഈ ദ്വീപ് രാജ്യം ഭരിക്കാനായിട്ട് ആരുമില്ല. ഷോഗൻ ചക്രവർത്തിയാണെങ്കിൽ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് ഒയിഷിയും അദ്ദേഹത്തിന്റെ സാമുറായി പോരാളികളും അതുപോലെ തന്നെ കുമാരി മീക്കയും വന്നിട്ടുണ്ട്. മീക്ക പറയാണ്, എന്റെ പിതാവ് മരണപ്പെട്ടു പോയി. എന്തായാലും ഇനിയുള്ള ഒരു വർഷക്കാലത്തോളം എനിക്ക് ഈ രാജ്യം ഭരിക്കാനുള്ള അധികാരം നിങ്ങൾ തരണമെന്ന് ഷോഗൻ ചക്രവർത്തിയോട് പറയാണ്. ഷോഗൻ ചക്രവർത്തി അതിനുള്ള പെർമിഷനും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ രാജ്യവും അതുപോലെ ലോർഡ് കിറയുടെ രാജ്യവും തമ്മിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ആ പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ട് ഞാനൊരു പരിഹാരം ഇവിടെ പറയാണ്. ഇനി ഒരു വർഷം കഴിഞ്ഞാൽ, ഒരു വർഷത്തേക്ക് ഇവിടെ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ഒരാൾ മരിച്ചതല്ലേ. കൃത്യം ഒരു വർഷം കഴിഞ്ഞാൽ ലോർഡ് കിറ അതുപോലെ തന്നെ കുമാരി മീക്ക രണ്ടുപേരുടെയും വിവാഹം നടന്നിരിക്കണം എന്ന് പറയണം. ഷോഗൻ ചക്രവർത്തിയുടെ കൽപ്പനയാണ്. അത് നിറവേറ്റാതെ പറ്റില്ല. എന്തായാലും അതിനുശേഷം ചക്രവർത്തി അവിടുന്ന് പോവാണ്. ചക്രവർത്തി പോയി കഴിഞ്ഞപ്പോൾ ലോർഡ് കിറ നേരെ വരുന്നത് ഒയിഷിയുടെ സാമുറായി കൂട്ടത്തിന്റെ അരികിലേക്കാണ്. ഒയിഷി ഇപ്പോ അവരോട് പറയാണ്, നിങ്ങൾ ലോർഡ് അസാനയ്ക്ക് നല്ല വിശ്വസ്തരാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്തേക്ക്, നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഒറ്റ ഒന്നിന്റെ തല ഇവിടെ കണ്ടുപോകരുത്. ഏതെങ്കിലും കാട്ടിലേക്ക് പോയിക്കോണം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ തല ഞാൻ ഇങ്ങ് എടുക്കുന്നു പറയണം. അതുപോലെ തന്നെ കൈ, ലോർഡ് അസാനോ മരിച്ചതിൽ അവനും ഒരുപാട് വിഷമമുണ്ട്. മാത്രമല്ല കൈയെ ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് അടിമപാളയത്തിൽ വിൽക്കാനായിട്ട്. അതുപോലെ
തന്നെ സാമുറായി നേതാവായിട്ടുള്ള ഒയിഷി അദ്ദേഹത്തെ ഇനി 1 വർഷക്കാലത്തോളം കഠിനമായ ഒരു തുറങ്കലിൽ അടക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡറും ലോർഡ് കിറ കൊടുക്കുകയാണ്. കാരണം ഇയാൾ ഇനി പുറത്തുണ്ടെങ്കിൽ എന്തെങ്കിലും കലാപം ഇയാൾ ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട്. അങ്ങനെ ഒയിഷിയെ കൊണ്ടുവരുന്ന ആ ഒരു ജയില് അത് വല്ലാത്തൊരു ജയിലായിരുന്നു. ഒരു കിണറ് പോലത്തെ ഒരു സ്ഥലം, നല്ല ആഴമുണ്ട്. അതിലേക്കാണ് ഒയിഷിയെ കൊണ്ടുവരുന്നത്. അതായത് മാനസികമായിട്ട് അവനെ തകർക്കാനായിട്ട്. പിന്നീട് നായ്ക്കും പന്നിക്കൊക്കെ ഭക്ഷണം കൊടുക്കില്ലേ, അതുപോലെ യാതൊരു വൃത്തിയില്ലാതെ തിന്നാനായിട്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കും. അങ്ങനെ 1 വർഷം കഴിഞ്ഞു പോയി കേട്ടോ. 1 വർഷത്തിന് ശേഷം ഇപ്പൊ ഒയിഷിയെ ആ ഒരു ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറക്കുകയാണ്. പിന്നീട് ചാവാനായ ഒരു പട്ടിയെ കൊണ്ടുവരുന്നത് പോലെ ഒയിഷിയെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കൊണ്ടുവരികയാണ്. യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെ, അപമാനിച്ചുകൊണ്ട് തന്നെ. 1 വർഷം മര്യാദക്ക് ഭക്ഷണം ഇല്ലാതെ വളരെ ആവശ്യനായിരുന്നു അദ്ദേഹം. എന്തായാലും വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭക്ഷണം എല്ലാം കൊടുക്കുകയാണ്. ശരീരത്തിന് ഒരല്പം ഉന്മേഷം വന്ന പാട് തന്നെ ഒയിഷി മകനായിട്ടുള്ള ഷിക്കാറ ഒയിഷിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അവൻ കൈ ഹാഫ് ബ്രീഡ് എന്ന് നിങ്ങൾ എല്ലാവരും വിളിക്കുന്ന അവനിപ്പോ എവിടെയാണ്? അതായത് ലോർഡ് കിറ വിചാരിച്ചതുപോലെ ഒയിഷിയുടെ ആണത്വവും വീര്യം ഒന്നും എവിടെയും പോയിട്ടില്ല. കഴിഞ്ഞ 1 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ പക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ രാജാവിനെ ചതിച്ചു കൊന്നവനെ അതേ രീതിയിൽ തന്നെ കൊല്ലണം എന്നുള്ള ആ ഒരു പക. എന്തായാലും ഷിക്കാര ഇപ്പൊ കൈ എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഏതോ ഒരു അടിമപ്പാളയത്തിലാണ്. ഒയിഷി പിന്നീട് ഒട്ടും വൈകിച്ചില്ല. അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ തയ്യാറാക്കുകയാണ്. പിന്നീട് ഒയിഷി നേരെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാണ്, പക്ഷെ നീ അത് ചെയ്യണം, നീ സഹിക്കണം എന്ന് പറയണം. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം വളരെയധികം ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ട് എന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കും. നിനക്കൊന്നും പറ്റാതിരിക്കാനായിട്ട് ഇപ്പൊ തന്നെ ഞാൻ നിന്നെ ഡൈവോഴ്സ് ചെയ്യാണ്. അതായത് ഞാനും നീയും ഇനി മുതൽ ഭാര്യയും ഭർത്താവും അല്ല എന്ന് പറയാണ്. അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഒയിഷി ഇങ്ങനെ ചെയ്തത് കേട്ടോ. അവൾക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഷിക്കാരയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒയിഷി ഒരു കാര്യം അവനെ ഏൽപ്പിക്കുന്നുണ്ട്. മോനെ, നീ കാട്ടിലേക്ക് പോകണം. ഇവിടെ നിന്നും രക്ഷപ്പെട്ടു ഓടിയ നമ്മുടെ സാമുറായി പോരാളികളെ എല്ലാവരെയും നീ കണ്ടെത്തണം. എന്നിട്ട് അവരെയും കൂട്ടി നേരെ ബ്ലാക്ക് റിവർ എന്ന ഒരു സ്ഥലത്തേക്ക് നീ വരണം. 7 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ കയ്യൻ രക്ഷപ്പെടുത്തി അങ്ങോട്ടേക്ക് എത്തിയിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒയിഷി കയ്യെ തേടിക്കൊണ്ട് ആ അടിമപ്പാളയത്തിലേക്ക് പോകാൻ കേട്ടോ. അവിടെ എത്തിയപാട് തന്നെ ഹാഫ് ബ്രീഡ് എന്ന് പേരുള്ള ഒരുത്തിന് ഇവിടെ ഉണ്ടോന്ന് ചോദിക്കാം. ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യൻ. അയാൾ പറയാണ്, ഓ അവനെയാണോ കാണേണ്ടത്, വാ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ അടിമപ്പാളയത്തിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ശരിക്കും അവിടെ ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് കൈ നല്ലൊരു ഫൈറ്റർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. അതായത് ഓരോ സൈസ് മനുഷ്യരെ അവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. അപ്പൊ ഫൈറ്റ് ചെയ്യണം. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ ബെറ്റ് വെക്കും. ഇപ്പൊ തന്നെ കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു രാക്ഷസനുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭീകരനായ ആ മനുഷ്യന്റെ മുന്നിൽ കൈ തോൽക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവന്റെ വേഗത കൊണ്ട് അതിന്റെ ശരീരത്തിൽ പല ഭാഗത്തും വെട്ടുന്നുണ്ട്. പിന്നീട് ഒരു ഘട്ടത്തിൽ അത് മുട്ടുകുത്തി നിന്ന സമയത്ത് അതിന്റെ തല തന്നെ അനായാസമായിട്ട് കൈ വെട്ടിയെടുക്കുകയാണ്. ഇതേ നേരം തന്നെ ഒയിഷി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതായത് ഹാഫ് ബ്രീഡിനെ കാണാൻ വരിക എന്ന് വെച്ചാൽ അവനുമായിട്ട് പോരാടാൻ വരിക എന്നാണ്. അതുകൊണ്ട് തന്നെ അവനുള്ള ആ സ്ഥലത്തേക്ക് ഇപ്പൊ ഒയിഷിയെ തള്ളിയിടുകയാണ്. ഇനി ഒയിഷിയും അതുപോലെ തന്നെ കൈയും തമ്മിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടണം. കഴിഞ്ഞ 1 വർഷമായിട്ട് മൃഗത്തിനെ പോലെ കൊന്നും കൊലവിളിച്ചും ജീവിച്ച നമ്മുടെ കൈക്ക് ഇപ്പോൾ ഓർമ്മയോ ഒന്നുമില്ല. തന്റെ മുന്നിലേക്ക് ആര് വന്നാലും അതിനെ വെട്ടുക കൊല്ലുക എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ അവനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവനോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒയിഷിയെ അവന് മനസ്സിലാവുന്നില്ല. പല രീതിയിലും ഒയിഷി ആ ഒരു കാര്യം പറയാൻ നോക്കുന്നുണ്ട്. അപ്പോഴും കൈക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഘട്ടത്തിൽ ഒയിഷി തോറ്റുപോയി. അവനിപ്പോ കൊല്ലാൻ വേണ്ടി കൈ നിൽക്കുകയാണ്. അതേ നേരത്ത് തന്നെ ഒയിഷി ഒരു കാര്യം പറയുന്നുണ്ട്. രാജകുമാരി മീക്ക, അവളെ ഓർമ്മയില്ലേ നിനക്ക്? നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നെയും കാത്ത് അവൾ അവിടെ ഇരിക്കുകയാണ്. ദുഷ്ടനായിട്ടുള്ള ലോർഡ് കിറ അവളെ 2 ദിവസത്തിനുള്ളിൽ കല്യാണം കഴിക്കും. അതിനു മുന്നേ അവളെ രക്ഷപ്പെടുന്നുണ്ട്. പെട്ടെന്നാണ് കൈക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. സ്വബോധം തിരിച്ചു കിട്ടി. ഒയിഷി അത് ആരാണെന്ന് മനസ്സിലായി. അവന് എഴുന്നേൽക്കുകയാണ്. വാള് കൊണ്ട് ഒയിഷിക്ക് എന്തോ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. എന്നിട്ട് ചുമ്മാ അവർ ഫൈറ്റ് ചെയ്യുന്നത് പോലെ കാണിച്ച് അവിടെ നിൽക്കുന്ന 2 പേരെ കുത്തിക്കൊന്ന് ബാക്കിയുള്ളവരെയും കൊന്ന് കൊല വിളിച്ച് ആ കപ്പലിനും തീയിട്ട് 2 പേരും അവിടുന്ന് രക്ഷപ്പെടുക. എന്നിട്ട് അവർ 2 പേരും നേരെ പോകുന്നത് ആ ഒരു ബ്ലാക്ക് റിവർ എന്ന സ്ഥലത്തേക്കാണ്. അവരവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഷിക്കാറ ഒയിഷിയും അതുപോലെ തന്നെ ബാക്കിയുള്ള സാമുറായികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരോടും കൂടിയായിട്ട് ഇപ്പൊ ഒയിഷി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് 1 വർഷം തികയാൻ പോവുകയാണ്. 2 ദിവസത്തിനുള്ളിൽ കുമാരി മീക്ക അവളെ ലോർഡ് കിറ വിവാഹം കഴിയും. അതിനു മുന്നേ തന്നെ നമുക്ക് അവരെ തോൽപ്പിക്കണം. പിന്നെ വേറൊരു കാര്യം, ഈ യുദ്ധത്തിൽ നമ്മൾ തോറ്റാലും വിജയിച്ചാലും നമുക്ക് മരണമാണ്. അതായത് ലോർഡ് കിറയോട് പോരാടി തോറ്റാൽ നമ്മൾ മരിച്ചു പോകും. അതുപോലെ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഷോഗൻ ചക്രവർത്തിയുടെ വാക്ക് തെറ്റിച്ചതിന്റെ പേരിൽ അദ്ദേഹവും നമുക്ക് വധശിക്ഷ നൽകും. അതായത് എങ്ങനെ പോയാലും നമുക്ക് മരണം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു മരണം ഏറ്റുവാങ്ങാൻ ധൈര്യമുള്ളവർ മാത്രം എന്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാമുറായികളും എന്തായാലും ഒയിഷിയുടെ കൂടെ നിൽക്കുന്നു പറയാണ്. എന്നാൽ അതിൽ ചില ആൾക്കാർ, നാംഷിയെ പോലുള്ളവർക്ക് ഇപ്പോഴും നമ്മുടെ കയ്യെ ഒരു സാമുറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കുമ്പോൾ ഒയിഷി അതിന് തടുക്കുകയാണ്. എന്തായാലും ഇപ്പോ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവർക്ക് ആയുധം വേണം. ഈ സാമുറായികൾക്ക് ആയുധം ഉണ്ടാക്കുന്ന ഒരു ഗ്രാമമുണ്ട്. അപ്പൊ അവിടെയുള്ള കൊല്ലപ്പണിക്കാരെ തേടിക്കൊണ്ട് ഇവർ നേരെ ആ ഗ്രാമത്തിലേക്ക് പോവാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ആ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരെയും ലോർഡ് കിറയുടെ പട്ടാളക്കാർ കൊന്നിട്ടുണ്ട്. അതായത് വെറും പട്ടാളക്കാരല്ല, ലോർഡ് കിറയുടെ കീഴിലുള്ള സാമുറായികൾ. അവരിൽ കുറച്ചുപേർ ഇപ്പോഴും അവിടെയുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന പാട് തന്നെ നമ്മുടെ കൈ അവന്റെ കയ്യിൽ കിട്ടിയ ഒരു ആയുധം ഉപയോഗിച്ച് എല്ലാത്തിനും വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ ഫൈറ്റ്, നല്ല അടിപൊളി സ്കില്ല്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഒരുത്തൻ രക്ഷപ്പെട്ടു ഓടാൻ നോക്കിയപ്പോൾ അമ്പ ഇത്
വെട്ടിയിട്ട് അവനെ കൊന്നുകളയാണ്. ശരിക്കും കൈയുടെ ആ ഒരു ഫൈറ്റിംഗ് സ്കില്ല് കണ്ട് ബാക്കിയുള്ള സാമുറായിമാരെല്ലാം ഞെട്ടിപ്പോവാണ്. അതുപോലെ തന്നെ ഇപ്പൊ മരിച്ചു കിടക്കുന്ന ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്നും ആയുധം എടുക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു യുദ്ധം നടത്താൻ ഇവർക്ക് കഴിയില്ല. ഇനിയും ആയുധങ്ങൾ വേണം. ഇതേ സമയത്ത് തന്നെ കൊട്ടാരത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന മീക രാജകുമാരി കാണിക്കുകയാണ്. അവളുടെ അടുത്ത് തന്നെ ദുഷ്ടയായിട്ടുള്ള ആ ഒരു മന്ത്രവാദി മിസൂക്കി ഉണ്ട്. ഇപ്പൊ കുമാരി ഭക്ഷണം കഴിക്കുന്നില്ല. അതുപോലെ തന്നെ ആ കല്യാണത്തിനും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ടപ്പോ മിസൂക്കി എന്ന ഒരു മന്ത്രവാദി പറയാണ്, മീക എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, മര്യാദക്ക് ഭക്ഷണം കഴിക്കുക. പിന്നീട് പ്രത്യേകിച്ച് ലോഡ് കിറ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ ഉപദ്രവിക്കാൻ പാടില്ലാന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. അതുകൊണ്ട് മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. ശരിക്കും ആ കൊട്ടാരത്തിൽ ഒരു ജയിലിൽ കഴിയുന്നത് പോലെയാണ് മീക കഴിയുന്നത്. ഇതേ സമയത്ത് തന്നെ കാട്ടിൽ കാണിക്കുകയാണ്. ഓയിഷിയുടെ കൂടെ ഇപ്പൊ കുറച്ച് സാമുറായിമാരുണ്ട്. ഇവരെന്തായാലും ലോഡ് കിറയെ കൊല്ലാൻ തീരുമാനിച്ചു. അതിനു മുന്നേ ആയിട്ട് ലോഡ് കിറയുമായി ബന്ധപ്പെട്ട ചില രഹസ്യ വിവരങ്ങൾ അറിയാനായിട്ട് കൂട്ടത്തിൽ ഒരാളെ ഇവര് നേരെ പട്ടണത്തിലേക്ക് വിടുകയാണ്. അയാൾ നേരെ പോകുന്നുണ്ട്. മാത്രമല്ല അവിടെ എത്തിയപാട് തന്നെ ഒരു വ്യഭിചാരശാലയിൽ ചെന്നുകൊണ്ട് ലോഡ് കിറയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു രഹസ്യ ചാരൻ ചെന്ന് പെടുന്നത് മന്ത്രവാദിയായിട്ടുള്ള മിസൂക്കിയുടെ അടുത്തേക്കാണ്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ നമ്മുടെ കൈ അതുപോലെ തന്നെ ഒയിഷി ഇവരെ കാണിക്കുകയാണ്. ഇവർക്ക് ഇപ്പോഴും ആയുധം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ കൈ പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ആയുധം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം. പക്ഷെ അതിന് എന്റെ കൂടെ നിങ്ങൾ കാട്ടിലേക്ക് വരണം. മന്ത്രവാദികളെല്ലാം താമസിക്കുന്ന ആ കാട്ടിലേക്ക്. സമ്മതമാണെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറയാം. അങ്ങനെ കൈയുടെ കൂടെ എല്ലാവരും ആ കാട്ടിലേക്ക് പോകുന്നുണ്ട്. ഉള്ളിലേക്ക് പോകും തോറും കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെ ഇവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതൊരു സാധാരണ കാടല്ല. മാത്രമല്ല കൈ ചെറുപ്പത്തിൽ നിന്നും എവിടുന്ന് ഓടി വന്നു എന്ന് പറയുന്നില്ലേ, അത് ഈ ഒരു കാട്ടിൽ നിന്നാണ്. അവൻ എടുത്തു വളർത്തിയത് ഈ കാട്ടിലെ മന്ത്രവാദികളാണ്. എന്നാൽ അവർ ചെയ്യുന്ന ആ ഒരു മന്ത്രവാദവും കാര്യം ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവരുടെ അരിയിൽ നിന്നും ചെറുപ്പത്തിലെ കൈ അവിടുന്ന് ഓടി വന്നതാണ്. മാത്രമല്ല അവിടുന്ന് വരുമ്പോൾ തന്നെ അവരോട് കൈ വാക്ക് പറഞ്ഞായിരുന്നു, ഞാൻ ഒരിക്കലും നിങ്ങൾ പഠിപ്പിച്ചു തന്ന മന്ത്രവാദം ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന്. അങ്ങനെ അവസാനം ഇവരെല്ലാവരും കൂടെ ആ ഒരു കാടിന്റെ ഒരു ഭാഗത്തെ ഒരു ഗുഹയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇനി ആ ഗുഹയുടെ ഉള്ളിലേക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല എന്ന് കൈ പറയാണ്. കൈ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. കൂടെ തന്നെ ഒയിഷിയോടും വരാൻ പറയാണ്. അങ്ങനെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഒയിഷിയോട് കൈ ഒരു കാര്യം പറയാണ്. അതായത് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ വാൾ എടുക്കാൻ പാടില്ല. ഇതിനുള്ളിലേക്ക് ചെന്ന് മന്ത്രവാദി ഗുരുവിനെ കണ്ടു കഴിഞ്ഞ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഒയിഷി നിങ്ങളുടെ ആയുധം എടുക്കാൻ പാടില്ല. അങ്ങനെ ഇവര് നേരെ അതിന്റെ ഉള്ളിലേക്ക് ചെന്നു. ഒരുപാട് മന്ത്രവാദികൾ അവിടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് എന്തൊക്കെയോ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരാൾ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അയാളുടെ മുഖം തന്നെ വ്യത്യസ്തമായിരുന്നു കേട്ടോ. കണ്ടാൽ ഒരു കഴുകനെ പോലെയൊക്കെ തോന്നും. മന്ത്രവാദത്തിൽ ഇയാളാണ് ശരിക്കും നമ്മുടെ കൈയുടെ ഗുരു. കൈയെ കണ്ടപാടിന് ഗുരു ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവർക്ക് വേണ്ടി സഹായം ചോദിക്കാനാണ്. വെറും ഒരു പട്ടിയെ പോലെയല്ലേ ഇവരെല്ലാവരും നിന്നെ കാണുന്നത്. പിന്നെ എന്തിനാണ് നീ അവരെ സഹായിക്കുന്നത്? ഈ സമയത്ത് കൈ പറയണ, അങ്ങനെയല്ല, അവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കത് മനസ്സിലായി. അതുപോലെ അവർക്ക് എന്നെ നല്ല വിശ്വാസമാണ്. ഇത് കേട്ടപ്പോൾ ആ ഒരു ഗുരു പറയാണ്, ഓഹോ നിന്നെ അവർക്ക് വിശ്വാസമാണല്ലേ, എന്നാൽ എനിക്കതൊന്ന് പരീക്ഷിക്കണം. നീ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇയാളോട് പറഞ്ഞായിരുന്നല്ലോ ഒരു കാരണവശാലും വാൾ എടുക്കാൻ പാടില്ല എന്ന്. നോക്കട്ടെ, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും നീ കൂട്ടിക്കൊണ്ടുവന്ന ഈ ഒയിഷി വാൾ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കാതിരുന്നാൽ നീ ജയിച്ചു. നീ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്റെ ആ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരും. അതുപോലെ തന്നെ ദാ ആ കുത്തി നിൽക്കുന്ന വാള് കണ്ടോ, എനിക്ക് മുന്നേ നീ അതെടുക്കാൻ ശ്രമിക്കണം. തയ്യാറാണ് എന്ന് ചോദിക്കുമ്പോൾ കൈ പറയാണ്, തയ്യാറാണ്. ഇതേ സമയത്ത് ഉള്ളിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ ബാക്കിയുള്ള സാമുറായിമാര് അങ്ങോട്ടേക്ക് വരികയാണ്. അതിൽ തന്നെ വിരളി പിടിച്ച് വരുന്നുണ്ടല്ലോ, അതായത് നാംഷി, കൈയോടെ എപ്പോഴും ദേഷ്യം കാണിക്കുന്നവൻ. ഇവൻ ഉള്ളിലേക്ക് വന്നപാട് തന്നെ ഈ മന്ത്രവാദികളെ കണ്ടപ്പോൾ പേടിച്ച് വാളെടുക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള മന്ത്രവാദികളെ ആക്രമിക്കാനും നോക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഗുരു വെറുതെ ഇരിക്കോ, അയാൾ വേഗം തന്നെ അയാളുടെ ആ ഒരു ഭയങ്കരമായ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാവരും ആക്രമിക്കുന്നുണ്ട്, ചിലരെ കൊല്ലുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒയിഷിക്ക് വാൾ എടുക്കാതിരിക്കാൻ കഴിയുന്നില്ല. കൈ വാളിലേക്ക് അങ്ങനെ പോകുന്നുണ്ട്. ആ ശക്തി അവനോട് പറയുന്നുണ്ട്, കൂട്ടുകാരെ രക്ഷപ്പെടുത്തുന്നത്. എന്നാൽ കൈ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും വാൾ എടുക്കാൻ പാടില്ല എന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂട്ടുകാര് ബാക്കിയുള്ള സാമുറായിമാര് അവിടെ വെച്ചിങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മനഃശക്തി അതുള്ളത് കൊണ്ട് മാത്രം വാൾ എടുക്കാതെ ഒയിഷി അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ നിലത്ത് കുത്തി നിൽക്കുന്ന ആ ഒരു വാള് അത് കൈയോട് എടുക്കാൻ പറഞ്ഞല്ലോ. കൈ അത് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അവനേക്കാൾ വേഗത്തിൽ മന്ത്രവാദ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ മാന്ത്രിക ഗുരു അത് എടുക്കാൻ പോകുമ്പോൾ അതേ ശക്തി തന്നെ കൈയും ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവനും അതറിയാം. രണ്ടുപേരും ഒരേ നേരത്തിന് ആ ഒരു വാളിന്റെ അരികിലേക്ക് എത്തുകയാണ്. എന്നാൽ കാല് വെച്ച് കൈ ആ വാളിന് തട്ടി ആ വാൾ അവൻ കൈകൊണ്ടെടുത്ത് നേരെ ഗുരുവിന്റെ കഴുത്തിൽ വെക്കുകയാണ്. അതായത് ഈ പരീക്ഷയിൽ ഇവർ വിജയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒയിഷി നോക്കുമ്പോൾ ഇപ്പൊ അവിടെ ആരുമില്ല. അയാൾ ഇത്രയും നേരം കണ്ടത് വെറും ഒരു മായാ കാഴ്ച മാത്രമായിരുന്നു. ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള മായാ കാഴ്ച. പിന്നീട് കൈയുടെ ആഗ്രഹം പോലെ തന്നെ ആ മാന്ത്രിക ഗുരു അവിടെ നിന്നും ഇവർക്ക് ആവശ്യമായിട്ടുള്ള വാള് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ആയുധം കിട്ടി അതുമായിട്ട് പുറത്തേക്ക് വന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട്, ഈ വാളിന് അതിന് മാത്രം എന്താ ഇത്ര വലിയ പ്രത്യേകത? ഇപ്പൊ അതിൽ നിന്നും ഒരു വാൾ എടുത്തുകൊണ്ട് കൈ പറയാണ്, ദാ ഈ വാള് കണ്ടോ, ഇത് നമ്മളെ പോലെയാണ്. നമ്മുടെ വിൽ പവർ എത്രത്തോളാണോ അത്രക്കും ഇതിന് മൂർച്ചയുണ്ടാവും, ബലം ഉണ്ടാവും. ഇത് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ചെറുതായിട്ടെന്ന് ആ വാള് വെക്കുന്നേ ഉള്ളൂ. ആ മരം മുറിഞ്ഞങ്ങ് പോയി. എല്ലാവരും അത് കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. അപ്പൊ ആ കൂട്ടത്തില് റിക്കു എന്ന് പറഞ്ഞ ഒരുത്തൻ ഈ വാളെടുത്ത് ഞാനും അതുപോലെ ചെയ്യുന്നു പറഞ്ഞിട്ട് മരത്തിൽ പതിയെ വെക്കുന്നുണ്ട്. എവിടെ മരം മുറിയുന്നില്ല. വെട്ടി നോക്കി, മരം മുറിയുന്നില്ല. അതായത് ആരാണോ ആ ഒരു വാള് പിടിക്കുന്നത് അയാളുടെ പവർ അനുസരിച്ചിരിക്കും ആ വാളിന്റെയും പവർ. എന്തായാലും ആയുധം കിട്ടിയല്ലോ. ഇവര് പിന്നീട് ഇവിടുന്ന് തിരിച്ചു പോവാണ്.
പോവുകയാണ്. ഇപ്പൊ താൽക്കാലികമായിട്ട് ഇവർ നിൽക്കുന്നത് കൊല്ലന്മാരുടെ ആ ഗ്രാമം ഉണ്ടല്ലോ അവിടെയാണ്. ഇവരവിടെ എത്തിയ സമയത്ത് ഇവരയച്ച ഒരു ചാരൻ സാമുറായും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവനൊരു വിവരം ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ലോർഡ് കിറ അയാളുടെ പൂർവ്വ പിതാക്കൾക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക ദിവസം വരുന്നുണ്ട്. അത് നല്ലൊരു അവസരമാണ്, നമുക്ക് അന്ന് ആക്രമിക്കാന്ന് പറയാണ്. അന്ന് അധികം പട്ടാളക്കാരോ അല്ലെങ്കിൽ അംഗരക്ഷകരോ ഒന്നും ഉണ്ടാവില്ല, എന്നാൽ ഇത് നല്ലൊരു അവസരമാണ്, ആ ദിവസം തന്നെ ആക്രമിക്കാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദിവസമായി അങ്ങോട്ടേക്ക് ലോർഡ് കിറയെ കൊല്ലാനായിട്ട് ഇവരെല്ലാവരും പോകുമ്പോൾ ഒയിഷി അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഷിക്കാറ ഒയിഷിയും അതുപോലെ തന്നെ മറ്റൊരു സാമുറായും ഇവിടെ തന്നെ നിർത്തുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഇവർ വിചാരിച്ചതുപോലെ തന്നെ ലോർഡ് കിറ അയാളുടെ പൂർവ്വ പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നാൽ പെട്ടെന്നാണ് ഇവർ ചാരനായിട്ട് ഒരു സാമുറായി അയച്ചില്ലേ, ഇയാൾ അവിടെ വെച്ച് ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. അതേ നേരം തന്നെ ഇയാൾക്ക് വയ്യാതെ ഒയിഷിയെ നോക്കിയിട്ട് മാപ്പ് ചോദിക്കുകയാണ്. അതേ നേരം അവിടെ ഒളിച്ചിരുന്ന മന്ത്രവാദിയായിട്ടുള്ള മിസൂക്കി ഇയാൾക്ക് നേരെ ഒരു തീക്കുണ്ട അയക്കാണ്. ആ തീയിൽപ്പെട്ട് ഈ ചാരൻ കത്തി അമരുകയാണ്. ആ നേരത്താണ് ഒയിഷി അതുപോലെ തന്നെ കൈ ഇവർക്ക് മനസ്സിലാവുന്നത് ഇതൊരു ട്രാപ്പ് ആണെന്ന്. അവിടെ മറഞ്ഞിരുന്ന ലോർഡ് കിറയുടെ ആൾക്കാർ ഇവർക്ക് നേരെ അമ്പയ്യാണ്. കുറെ പേരൊക്കെ മരിച്ചുപോയി കേട്ടോ. ആ ട്രാപ്പിൽ നിന്നും എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. വളരെ കുറച്ചാളുകൾ മാത്രം അതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് കടക്കുന്നുണ്ട്. അതുപോലെ മന്ത്രവാദിയായിട്ടുള്ള മിസൂക്കി വന്ന് നോക്കുമ്പോൾ കത്തിയെരിഞ്ഞ ഒരു ശരീരം കാണുകയാണ്. അതിനരികിൽ വെച്ച് ഒരു വാളും കിട്ടുന്നുണ്ട്. അത് ഒയിഷിയുടെ വാളായിരുന്നു. അപ്പൊ ഈ മരിച്ചു കിടക്കുന്നത് ഒയിഷിയാണെന്ന് മിസൂക്കി തെറ്റിദ്ധരിച്ചു. ആ വിവരം അപ്പൊ തന്നെ ലോർഡ് കിറയോട് പോയി പറയുന്നുണ്ട്. ഒയിഷി മരിച്ച കാര്യം കേട്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. ഇതിനുശേഷം മന്ത്രവാദി മിസൂക്കി നേരെ പോകുന്നത് കുമാരി മീക്കയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവളുടെ കയ്യിൽ ചെറിയൊരു കത്തി കൊടുത്തിട്ട് പറയാണ്, നീ എന്തായാലും ലോർഡ് കിറയെ വിവാഹം കഴിക്കണ്ട, എനിക്കതിന് വലിയ താല്പര്യമില്ല, അതുപോലെ തന്നെ എനിക്ക് നിന്നെ കൊല്ലാനും കഴിയില്ല, സോ നീ നിന്റെ ജീവൻ തന്നെ എടുത്തോ, നിനക്കും വലിയ താല്പര്യമൊന്നുമില്ലല്ലോ ഈ കല്യാണം കഴിക്കാനായിട്ട്. അങ്ങനെ അവളുടെ കയ്യിൽ ചെറിയൊരു കത്തിയും കൊടുത്ത് മന്ത്രവാദി അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ മരിച്ചുപോയ ആൾക്കാരുമായിട്ട് കയ്യും ഒയിഷിയും കൂടെ തൽക്കാലത്തേക്ക് അവരുടെ രഹസ്യ സ്ഥലത്തേക്ക് വരികയാണ്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ചുപേരൊക്കെ മരണപ്പെട്ടു പോയി. മാത്രമല്ല കുറച്ച് തടിച്ച ഒരു ആളുണ്ടല്ലോ റിക്കോ, അവനും മരിച്ചു പോയിട്ടുണ്ട്. ഇവരാകെ കുറച്ച് സമയത്തേക്ക് വിഷമത്തിലാവുകയാണ്. ആ നേരത്താണ് മറ്റൊരു രഹസ്യ വിവരം ഇവർക്ക് കിട്ടുന്നത്. കുമാരി മീക്ക അതുപോലെ തന്നെ ലോർഡ് കിറ ഇവരുടെ വിവാഹം നടക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ നാടകം അവതരിപ്പിക്കാനായിട്ട് ഒരു ടീം അങ്ങോട്ടേക്ക് പോകണം. സോ വേഗം ആ ഒരു ടീമിന്റെ അടുത്തേക്ക് ഈ ഒയിഷിയും അതുപോലെ തന്നെ കൈയും പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുടെ രാജാവ് ലോർഡ് അസോനയെ ചതിച്ച ആളാണ് ലോർഡ് കിറ. അപ്പൊ അവനോട് പ്രതികാരം വീട്ടണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കൂട്ടത്തിൽ എന്നെയും ചേർക്കണം എന്ന് പറയണം. അപ്പൊ അത് കേട്ടപാട് തന്നെ ആ ഒരു ഗ്രൂപ്പ് പറയണം, തീർച്ചയായും ഒരു ചതിയനെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ എന്തായാലും ഉണ്ടാകും എന്ന് പറയണം. അതുപോലെ ആ ഒരു പാവം കുമാരി അവളെയും നമുക്ക് രക്ഷിക്കണം എന്ന് പറയണം. എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവരെല്ലാവരും ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി എഴുതുന്നുണ്ട്. അതിലെല്ലാവരും വന്ന് ഒപ്പിടവും വേണം. അത് അവരുടെ വാള് വെച്ച് അവരുടെ കൈ മുറിച്ച് ആ രക്തത്തിലാണ് ഒപ്പിടേണ്ടത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് രാജാവിന്റെ കീഴിലുള്ള ഇവരെല്ലാം സാമുറായിമാരാണല്ലോ. അതായത് സാമുറായിമാർക്ക് ഒരു ലീഡർ ഉണ്ടാകുമ്പോഴാണ് അവര് സാമുറായി എന്ന് പറയാ. എന്നാൽ അവരുടെ ലീഡർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ പിന്നെ സാമുറായി എന്നല്ല റോണിൻസ് എന്നാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഒയിഷി അയാളുടെ കൂടെയുള്ള ബാക്കിയുള്ള സാമുറായിമാര് ഇവരെല്ലാം ഇനി മുതൽ റോണിൻസ് എന്നാണ് അറിയപ്പെടുക. അത് ഇവരുടെ കൂട്ടത്തിൽ കുറച്ച് അപമാനകരമായിട്ടുള്ള കാര്യമാണ്. ലീഡർ ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇച്ചിരി ഷെയ്മേഡാണ്. എന്തായാലും അവരെല്ലാവരും അവരുടെ രക്തം കൊണ്ട് അതിൽ ഒപ്പുവെക്കുകയാണ്. ആ കൂട്ടത്തിൽ കൈയോടും വന്ന് ഒപ്പുവെക്കാൻ പറയുന്നുണ്ട്. കാരണം എല്ലാവരും അവനെ ഒരു സാമുറായി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴവരെല്ലാവരും സാമുറായി അല്ല, പകരം റോണിൻസ് ആണ്. ഇവരിപ്പോ ടോട്ടൽ 47 പേരുണ്ട്. അതുകൊണ്ടാണ് സിനിമയുടെ പേര് തന്നെ 47 റോണിൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവർ ആ യുദ്ധത്തിന് പോകാൻ പോവുകയാണ്. എന്നാൽ അതിനു മുന്നേ തന്നെ ഇവർക്കൊരു കാര്യം അറിയാം, ഇവർ പോകുന്നത് ശരിക്കും മരണത്തിലേക്കാണെന്ന്. എന്നാലും അവർക്കതൊരു കുഴപ്പമില്ല, പ്രതികാരം വീട്ടണം, ആ ഒരു ചിന്ത മാത്രമേ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൂ. അങ്ങനെ ആ നാടകക്കാരുടെ കൂടെ ഒയിഷ ഇപ്പോൾ കൊട്ടാരത്തിൽ കയറി പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ആ രാത്രിയിൽ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോർഡ് കിറ അതുപോലെ തന്നെ കുമാരി മീക്ക അവരുടെ വിവാഹവും നടക്കാൻ പോവാണ്. കൊട്ടാരത്തിന്റെ മുന്നിൽ വെച്ച് അവരുടെ മുന്നിൽ വെച്ച് ഈ നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നാടകത്തിലെ പ്രധാന കഥാപാത്രമായിട്ട് വേഷം ഇട്ടിരിക്കുന്നത് ഒയിഷിയാണ്. വേഷം മാറിയത് കൊണ്ട് ഒയിഷിയെ ആർക്കും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള സാമ്രായിമാര് കൊട്ടാരത്തിന്റെ പല ഭാഗത്തിലൂടെയും ഇരുട്ടിലൂടെയും ഇങ്ങോട്ടേക്ക് പതിയെ പതിയെ കയറി പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാടകം നടക്കുന്ന സമയത്ത് പതിയെ ഇങ്ങോട്ടേക്ക് കയറി പറ്റിയ ഓരോ സാമ്രായി പോരാളികളും ലോർഡ് കിറയുടെ ആൾക്കാരെ പതിയെ ഒച്ചയില്ലാതെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല രീതിയിലാണ് പോയത്. എന്നാൽ ആ സമയത്താണ് ഒരു ടവറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു 3 പേരെ ഇവർ കൊന്നു. ഒരുത്തൻ മാത്രം ബാക്കിയായി. ആ ഒരുത്തനെ കൊണ്ട് ഇവർക്ക് പണി കിട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നാടകത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ലോർഡ് കിറയുടെ അടുത്തേക്ക് ആയുധം എടുത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് അവനെ കൊല്ലാനായിരുന്നു ഒയിഷിയുടെ പദ്ധതി. അങ്ങനെ കൊല്ലാനായിട്ട് വാള് വെച്ച് വീശാൻ നിൽക്കുമ്പോൾ മുകളിൽ ആ ഒരു ടവറിൽ നിന്ന് രക്ഷപ്പെട്ട ആ പട്ടാളക്കാരൻ ഒയിഷിയുടെ കൈക്ക് അമ്പ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഒയിഷിയുടെ ലക്ഷ്യം തെറ്റിപ്പോകുന്നു. രാജാവിന് നേരെ വധശ്രമം ഉണ്ട് എന്ന് മനസ്സിലായ അപ്പം തന്നെ അയാളുടെ ഭടന്മാര് വന്നിട്ട് ഷീൽഡ് കൊണ്ട് ചെറിയൊരു അറ പോലെ ഉണ്ടാക്കി ഇയാളെ സംരക്ഷിച്ച് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ ലോർഡ് കിറ അയാളുടെ ആൾക്കാരും അതുപോലെ തന്നെ ബാക്കിയുള്ള സാമ്രായിമാരും തമ്മിൽ ഇപ്പൊ നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി. ഈ ഗ്യാപ്പിന് കുമാരി മീക്കയെ രക്ഷപ്പെടുത്താനായിട്ട് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കൈ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാമ്രായിമാരുടെ മുന്നിലേക്ക് മറ്റാ ഒരു ഭീകര സാധനം ഉണ്ടല്ലോ, ലോർഡ് കിറയുടെ കൂട്ടത്തിലുള്ള ആ വലിയ സാമുറായി, ഒരു 10 അടി പൊക്കമുള്ള സാമുറായി, ഇത് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ
അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിനെ നേരിട്ട് ഏറ്റുമുട്ടാനായിട്ട് നമ്മുടെ സാമ്രായിമാർക്ക് ആർക്കും ധൈര്യം കിട്ടുന്നില്ല. എന്നാൽ ആ കൂട്ടത്തിൽ ഒരുത്തൻ എന്ത് ചെയ്തു, ചെറിയൊരു ബോംബിന്റെ കഷ്ണം അവിടെ ഉണ്ടായിരുന്നു, അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെടുത്ത് ബോംബിന്റെ വലിയൊരു കൂട്ടം തന്നെ തൊട്ടപ്പുറത്തുണ്ട്, അതിലേക്ക് പതിയെ അങ്ങോട്ട് ഇട്ടുകൊടുത്തു. ഒക്കെ കൂടി അങ്ങോട്ട് ഒരു പൊട്ടലാണ്. അതും കറക്റ്റ് പൊട്ടിയത് ആ പൊക്കുള്ള ഈ സാമ്രായി ഉണ്ടല്ലോ, അയാൾ അവിടെ എത്തിയപ്പോഴാണ് ഈ പൊട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ബ്ലാസ്റ്റിൽ ഇയാളുടെ ശരീരം പൊട്ടിത്തെറിക്കുകയാണ്. അവന്റെ കാര്യം തീർന്നു. ഇതേ സമയം തന്നെ ലോർഡ് കിറ ഇപ്പൊ കുമാരിയായിട്ടുള്ള മീക്കയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ ആ നേരം മീക്ക കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ലോർഡ് കിറയെ ആക്രമിച്ച് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ നേരം തന്നെ അതിനുള്ളിലേക്ക് നമ്മുടെ കയ്യും എത്തിയിട്ടുണ്ട്. പുറത്താണെങ്കിൽ ഭയങ്കര യുദ്ധം. 47 സാമ്രായി എന്നല്ല പറയേണ്ടത്, റോണിൻസാ പറയേണ്ടത്. അപ്പൊ ആ റോണിൻസും ആയിരക്കണക്കിന് വരുന്ന ലോർഡ് കിറയുടെ ആൾക്കാരും ഒരു വലിയ പടയും ചെറിയ പടയും തമ്മിലാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതേ നേരം കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോയ കൈ അവന്റെ മുന്നിലേക്ക് കുമാരി മീക്ക എത്തിപ്പെടുകയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് മീക്ക കൈയെ കണ്ടിട്ടില്ല. അവള് കണ്ടപാടെ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് മിസൂക്കി മന്ത്രവാദി അങ്ങോട്ടേക്ക് വരികയാണ്. കയ്യെ കണ്ടപാടിനെ പറയണ, ഓഹോ നീ അപ്പൊ എത്തിയല്ലേ, എന്നാ ഇനിയുള്ള പോരാട്ടം നമുക്ക് രണ്ടുപേർക്കാകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മിസൂക്കി മറ്റൊരു രൂപത്തിലേക്ക്, അതായത് പറക്കുന്ന വലിയൊരു ഡ്രാഗന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. എന്നാൽ ആ സമയത്ത് കൈ അവനറിയാവുന്ന മാന്ത്രിക ശക്തി ഒന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ ആ വാൾ ഉപയോഗിച്ച് അത് വെച്ച് അതിനെതിരിടുകയാണ്. എന്നാൽ അതത്ര നിസാരമായിരുന്നില്ല. ഭീകര വലുപ്പമുള്ള ആ ഒരു ഡ്രാഗണും അതുപോലെ തന്നെ കയ്യിൽ നിസാരമായ ഒരു വാള് വെച്ച് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയാണ്. ഇതേ നേരം തന്നെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെച്ച് ഒയിഷിക്ക് ലോർഡ് കിറെ നല്ല തഞ്ചത്തിന് കിട്ടുകയാണ്. കൂടെയുള്ള എല്ലാ കാവലാളെയും കൊന്നുകളഞ്ഞ് ലോർഡ് കിറയുമായിട്ട് ഒറ്റയ്ക്ക് തന്നെ നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒയിഷി. ഇവരിവിടെ പോരാടുന്ന സമയത്ത് പുറത്ത് ഡ്രാഗണുമായിട്ട് കൈ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കൈയുടെ പോരാട്ടം ഭയങ്കര ടഫുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഉള്ളിലുണ്ടായിരുന്ന ഒയിഷി ഒരു വിധത്തിൽ ലോർഡ് കിറയെ തോൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചെറിയൊരു കത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇയാൾ പിന്നിൽ നിന്നും അമർത്തി പിടിച്ച് ഇയാളുടെ വയറ്റിലേക്ക് പതിയെ ആ ഒരു കത്തി കയറ്റുകയാണ്. എന്നിട്ട് അവന്റെ ചെവിയിൽ പറയുന്നുണ്ട്, ഇതുപോലെയല്ലടാ നീ എന്റെ രാജാവിനെ ചതിച്ചു കൊന്നത്, ആ വേദന നീയും അറിയടാന്ന് പറഞ്ഞിട്ട് അതേ രീതിയിൽ തന്നെ ലോർഡ് കിറയുടെ പള്ളയിലേക്ക്, അതായത് വയറ്റിലേക്ക് കത്തി കയറ്റി അയാളെ കൊന്നുകളയാണ്. ഇതേ സമയത്ത് പുറത്താണെങ്കിൽ ആ ഡ്രാഗൺ ഫൈറ്റിനിടയിൽ നമ്മുടെ കയ്യെ തോൽപ്പിക്കുകയാണ്. അവനെ തട്ടിത്തെറിപ്പിച്ചു. അവന്റെ കയ്യിൽ നിന്നും വാള് തെറിച്ചു പോകുന്നുണ്ട്. അവൻ എന്തായാലും തോറ്റു കഴിഞ്ഞല്ലോ. ഇതിനുശേഷം ആ ഡ്രാഗൺ നേരെ പോകുന്നത് കുമാരി മീക്കയെ കൊല്ലാനായിട്ടാണ്. അതും വളരെ വേഗത്തിൽ. എന്തായാലും കൈക്ക് സാധാരണ മനുഷ്യനെ പോലെ പോയിട്ട് അതിനെ കൊല്ലാൻ കഴിയില്ല. ഈ നേരം കൈ അവന്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് അവന്റെ കയ്യിലേക്ക് ആ ഒരു വാള് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഡ്രാഗന്റെ തലയുടെ ഭാഗത്തേക്ക് എത്തി ഒരൊറ്റ വെട്ടാണ്. ആ വെട്ടിൽ അവള് തീർന്നു. അതുപോലെ തന്നെ ഡ്രാഗൺ രൂപത്തിൽ നിന്നും ഇപ്പൊ മിസൂക്കി അവളുടെ മനുഷ്യരൂപത്തിലേക്ക് വരികയാണ്. ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ പിടഞ്ഞ് അവള് മരിക്കുന്നുണ്ട്. അതുപോലെ ഉള്ളില് ലോർഡ് കിറ അയാൾക്കിട്ട് നല്ലൊരു കുത്ത് ഒയിഷി കൊടുത്തല്ലോ. എന്നാൽ വയറ്റിൽ കത്തി കയറിയാൽ മാത്രം പോരാ, അവന്റെ തല കൂടി എടുക്കണം. എന്നാലേ ഒയിഷിക്ക് ആ പക തീറുള്ളൂ. ഒയിഷി പിന്നെ വാളെടുത്ത് അവന്റെ തലയും മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് മുറിച്ചെടുത്ത് ആ ഒരു തലയുമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. രാജാവിന്റെ തല കണ്ട സമയത്ത് അയാളുടെ പോരാളികൾ എല്ലാവരും മുട്ടുകുത്തി അവിടെ നിൽക്കുകയാണ്. കാരണം യുദ്ധത്തിൽ അവർ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. അങ്ങനെ വെട്ടിയെടുത്ത ലോർഡ് കിറ അയാളുടെ തലയുമായിട്ട് ഇപ്പോ ഒയിഷി നേരെ അവിടെ നിന്ന് നടന്നു പോവാണ് അവരുടെ ദ്വീപിലേക്ക്. അവിടെ എത്തി അവരുടെ രാജാവ് ലോർഡ് അസാനോ അദ്ദേഹത്തിന്റെ മുന്നിൽ ആ തല കാഴ്ചവെക്കുകയാണ്. അപ്പോഴാണ് ഈ സാമ്രായിമാർക്ക് എല്ലാവർക്കും അവരുടെ ആ ഒരു പക അത് ഒതുങ്ങി കിട്ടിയത്. മാത്രമല്ല കുമാരി മീക്കയെയും അവര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഷോഗൺ ചക്രവർത്തി എത്തുകയാണ്. ചക്രവർത്തിയാണെങ്കിൽ ഭയങ്കര കോപത്തിലാണ്. അതായത് അദ്ദേഹത്തിന്റെ വാക്ക് തെറ്റിച്ചുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. എന്നാൽ ഒയിഷി ഒരു കാര്യം ചക്രവർത്തിയോട് പറയുന്നുണ്ട്. അതായത് തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ട്, എന്നാലും ഞങ്ങളുടെ രാജാവിനെ ചതിച്ചു കൊന്നവനാണ് അവൻ. അവനോട് പ്രതികാരം വീട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ സാമ്രായിമാരാണോ? ഞങ്ങളെ സാമ്രായിമാരിൽ നിന്നും റോണിൻസ് ആക്കി മാറ്റിയത് അവനല്ലേ? ഞങ്ങൾ ആണുങ്ങളായതുകൊണ്ടാണ് അവന്റെ തലയെടുത്തത്. മാത്രമല്ല ഞങ്ങളുടെ രാജാവ് നിരപരാധിയായിരുന്നു. അവന്റെ കൂടെ എപ്പോഴും ഒരു മന്ത്രവാദി ഉണ്ടാവുമല്ലോ, മിസൂക്കി. അവളാണ് ഞങ്ങളുടെ രാജാവ് ലോർഡ് അസാനോയെ ചതിച്ചത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഷോഗൺ ചക്രവർത്തിക്ക് തെറ്റി മനസ്സിലായി. എന്നിരുന്നാലും ഇവിടെ ഒരു നിയമം ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഷോഗൺ ചക്രവർത്തി പോയത്. അത് ഇവർ തെറ്റിച്ചില്ലേ? അതുകൊണ്ട് ഇവർക്ക് മരണശിക്ഷ കൊടുക്കുകയാണ് ആ 47 പേർക്കും. കൂട്ടത്തിൽ നമ്മുടെ കൈയുണ്ട്. മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ചക്രവർത്തി മറ്റൊരു കാര്യം ചെയ്തു കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ മരിച്ചോ, ഹരാക്കിരി ഉപയോഗിച്ചുകൊണ്ട് മരിച്ചോ എന്ന്. അതായത് സാമുറായിമാർക്ക് ഇത് തന്നെയാണ് ഇഷ്ടം. എന്തായാലും വധശിക്ഷയ്ക്ക് മുന്നേ ആയിട്ട് കൈ നമ്മുടെ കുമാരി മീക്കയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരു ദിവസം അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയാണ്. പിന്നീട് അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈ അവിടെ നിന്ന് പോകാൻ കേട്ടോ. അതായത് ഈ ജന്മത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഒരുമിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ജന്മത്തിലെങ്കിലും അതിന് കഴിയുമായിരിക്കല്ലേ. എന്തായാലും ആ 47 പേരും വെള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇപ്പോ ചക്രവർത്തിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഹരാക്കിരി ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാവരും അവരുടെ ആ ഒരു വെള്ള വസ്ത്രങ്ങൾ മാറ്റി ഹരാക്കിരി ചെയ്യാൻ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിലെ ചെറിയൊരു പയ്യനെ ചക്രവർത്തി ഷോഗൻ വിളിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ മറ്റാരുമല്ല, ഒയിഷിയുടെ മകനായിട്ടുള്ള ഷിക്കാറ ഒയിഷി ആയിരുന്നു. ഇപ്പൊ ചക്രവർത്തി ചോദിക്കുകയാണ്, നീ ഒയിഷിയുടെ മകനല്ലേ? നീ ഹരാക്കിരി ചെയ്യണ്ട, നീ ജീവിക്കണം. നിന്റെ പിതാവിന്റെ മഹത്വം ഈ ലോകത്തോട് പറയണം. കാരണം അദ്ദേഹത്തിന്റെ രാജാവിനെ ചതിച്ചു കൊന്നവനെ 1 വർഷത്തിന് ശേഷമാണെങ്കിലും തേടി കണ്ടുപിടിച്ച് അവന് കൊടുക്കേണ്ട ഒരു ശിക്ഷ കൊടുത്തില്ലേ, ന്യായം നടപ്പിലാക്കിയില്ലേ? അത്രയും മഹാനായ വ്യക്തിയാണ് നിന്റെ
നിന്റെ അച്ഛൻ ഒയിഷി. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ പരമ്പര ഇവിടെ ഇല്ലാതാകാൻ പാടില്ല. നിനക്ക് മാത്രം ഞാൻ മോചനം തരികയാണ്, ഒയിഷിയുടെ പരമ്പര ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് കണ്ട സമയത്ത് മരിക്കാൻ നേരത്ത് ഒയിഷിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. മകനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ ബാക്കിയുള്ള 46 സാമുറായിമാരും ആ കൂട്ടത്തിൽ ഒയിഷിയുണ്ട്, കൈയുണ്ട്, ഇവരെല്ലാവരും ഹരാക്കിരി ചെയ്തുകൊണ്ട് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ അവസാനിക്കുന്നുണ്ട്. വളരെ സങ്കടമായ രീതിയിലാണ് സിനിമ അവസാനിക്കുന്നതെങ്കിലും കഥയിൽ എവിടേക്കോ നീതിയും നടപ്പിലായിട്ടുണ്ട്. എന്തായാലും കഥ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.